ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. ഈ വരുന്ന ഓണം കളറാക്കാൻ ഒട്ടനവധി മലയാള സിനിമകളാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ഏതൊക്കെയെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു. സൂപ്പർ താരങ്ങളുടെ ഉൾപ്പെടെ വമ്പൻ സിനിമകളാണ് എല്ലാ വർഷവും ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇത്തവണയും ആ പതിവ് തെറ്റുന്നില്ല. പ്രതീക്ഷയുണർത്തുന്ന ഒരുപടി സിനിമകളാണ് ഈ ഓണത്തിന് കേരള ബോക്സ് ഓഫീസിൽ എത്താൻ ഒരുങ്ങുന്നത്. നിലവിൽ 5 സിനിമകളാണ് ഓണം റിലീസിന് ഒരുങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ ഇതിൽ കൂടുതൽ ചിത്രങ്ങൾ ഓണത്തിന് തിയേറ്ററുകളിൽ എത്തിയേക്കാം. അതിൽ ആദ്യം എത്തുന്നത് 2025 മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങൾ നേടിയ എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെതായി ഇറങ്ങുന്ന ചിത്രമാണ്. ഹൃദയപൂർവ്വം എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾ ഉണ്ടാക്കിയ ഓളം ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെയും തുടരുമോ എന്നാണ്. സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന 20ാമത്തെ ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം. ആശീർവാദ് സിനിമാസും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന 5ാമത്തെ ചിത്രം കൂടിയാണിത്. ആഗസ്റ്റ് 28-ന് ഹൃദയപൂർവ്വം തിയേറ്ററുകളിലെത്തും. ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ സത്യനന്ദിക്കാടിന്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കഥയാണിത്. അതിനുവേണ്ടി കാത്തിരിക്കാം നമുക്ക് എന്തായാലും. രണ്ടാമതായി, ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അൽതാഫ് സലീം ഒരുക്കുന്ന ഫഹദ് ഫാസിൽ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. ചിത്രം പ്രഖ്യാപിച്ചത് മുതൽ മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തെ ഉറ്റുനോക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അൽതാഫും ഫഹദ് ഫാസിലും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ. കല്യാണി പ്രിയദർശൻ, രേവതി പിള്ള തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. സെപ്റ്റംബർ 4-ന് സിനിമ പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മൂന്നാമതായി, ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന 7ാം ചിത്രമാണ് ലോക. കല്യാണി പ്രിയദർശനും നെസ്ലിനുമാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ആഗസ്റ്റ് 28-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. ഡൊമിനിക് കണ്ണു രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രം വലിയ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. ലോക എന്ന പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണിത്. മലയാളി പ്രേക്ഷകർ ഇന്നോളം കാണാത്ത കഥാപശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രം 3 ഭാഗങ്ങളായാണ് തിയേറ്ററുകളിൽ എത്തുക. അതിൽ ആദ്യ ഭാഗം ചന്ദ്ര എന്ന ഭാഗമാണ് റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2ാം ഭാഗത്തിൽ ടോവിനോയും 3ാം ഭാഗത്തിൽ ദുൽഖർ സൽമാനുമാകും ചിത്രത്തിലെ നായകന്മാർ. മന്നാഗിരി എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം സ്പയർ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മേനെ പ്യാർ കിയ. ഓൾ വി ഇമേജിൻ ആസ് ലൈറ്റ്, മുസ്തഫ സംവിധാനം ചെയ്ത മുറ എന്നീ സിനിമകൾക്ക് ശേഷം ഹുദു ഹാറൂൺ നായകനായി എത്തുന്ന സിനിമ കൂടിയാണിത്. ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ഫൈസൽ ഫസിലുദ്ദീനാണ്. ഒരു റൊമാന്റിക് കോമഡി ത്രില്ലറായി എത്തുന്ന ചിത്രത്തിൽ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്ക് പുറമെ തമിഴിൽ നിന്നും അഭിനേതാക്കൾ അണിനിരക്കുന്നുണ്ട്. ചിത്രം സെപ്റ്റംബർ 5-ന് തിയേറ്ററുകളിലെത്തും. 5ാമതായി, ഒരു യുവനടന്റെ സിനിമ തന്നെയാണ് വീണ്ടും വരുന്നത്. നവാഗതനായ ഉണ്ണീഷ് ശിവലിംഗം സംവിധാനം ചെയ്യുന്ന സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബൾട്ടി. ഉദയൻ എന്ന നായക കഥാപാത്രമായാണ് സിനിമയിൽ ഷെയ്ൻ നിഗം എത്തുന്നത്. ഷെയ്ൻ നിഗം നായകനാകുന്ന ഒരു സ്പോർട്സ് ചിത്രം കൂടിയാണ് ബൾട്ടി. ഷെയ്ൻ നിഗത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. തമിഴ്നാട് കേരള അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓഗസ്റ്റ് 29-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക. ഇതുകൂടാതെ ഒട്ടനവധി മറ്റു സിനിമകളും തിയേറ്ററുകളിൽ എത്താൻ സാധ്യതയുണ്ട്. അതിൽ പൃഥ്വിരാജിന്റെ സിനിമയുൾപ്പെടെ മലയാള സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. സൂപ്പർ സ്റ്റാറായി മോഹൻലാലിന്റെ ചിത്രം മാത്രമാണ് തിയേറ്ററുകളിൽ ഓണത്തിനെത്തുക. ഒരുപക്ഷെ റിലീസ് വൈകിക്കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രവും ഓണത്തിന് ചിലപ്പോൾ റിലീസ് ചെയ്തേക്കാം. കഴിഞ്ഞ വിഷു ഫെസ്റ്റിവലിൽ നെസ്ലിനായിരുന്നു താരം. അന്ന് മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തെ മലർത്തിയടിച്ചാണ് നെസ്ലിൻ കപ്പ് ഉയർത്തിയത്. ഈ ഓണ വിജയി ആരായിരിക്കും? ഓണത്തിലെ കപ്പ് ആര് നേടും? നെസ്ലിൻ തന്നെ മോഹൻലാലിനെ മലർത്തിയടിച്ച് ഓണത്തിലെ കപ്പും നേടിയെടുക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ.